ടീച്ചർ ടീച്ചറെ ടീച്ചറെ നിങ്ങൾക്ക് ക്യാൻസർ വന്ന് ഈ നാട് വിട്ടു പോവുകയാണല്ലേ? അഭിലാഷ്, നിന്നോട് ഇത് ആരാ പറഞ്ഞത്? മലയാള സാറ് പറഞ്ഞു. അത് ക്യാൻസർ അല്ല, ട്രാൻസ്ഫറാ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാ? ട്രാൻസ്ഫർ എന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാ. അയ്യോ, ഇത് അതിനേക്കാൾ വലിയ വേദനയാണല്ലോ ടീച്ചറെ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിട്ടാ പോകുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ടീച്ചറെ, ഞാൻ മനസ്സിൽ തൊട്ട് പറയുകയാണ്, ടീച്ചറിന്റെ ഹൃദയത്തിൽ പണിത താജ്മഹൽ ഈ സുന്ദരമായ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് പോവുകയാണോ ടീച്ചർ? ഇത് ശരിയാണോ ടീച്ചർ? അഭിലാഷ്, നിനക്ക് ബുദ്ധിയുണ്ട്, സൗന്ദര്യമുണ്ട്, അതിനേക്കാൾ കൂടുതൽ വയസ്സുണ്ട്. നീ വെറുതെ മനസ്സിനായിട്ട് വിഷമിപ്പിക്കില്ല അഭിലാഷ്. ടീച്ചർ, മനസ്സെന്ന് പറഞ്ഞ കേക്കാണോ ഓരോരുത്തർക്ക് മുറിച്ചു കൊടുക്കാൻ? ആകെ ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഞാൻ ടീച്ചർക്ക് സമർപ്പിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പറയൂ, അതവിടെ ഇപ്പോഴും ഇല്ലേ? അഭിലാഷ്, നീ ഒരു വിദ്യാർത്ഥിയാ, ഞാനൊരു ടീച്ചറും. ഒരു ടീച്ചറും ഒരു കുട്ടിയും പ്രേമിച്ച് കല്യാണം കഴിച്ച ഈ നാട്ടുകാർക്ക് എന്ത് പറയുന്നറിയോ? നമ്മളെ തരം താഴ്ത്തി കളയോ അഭി? സത്യമാണ് ടീച്ചർ, സത്യം. പക്ഷെ ഇതിന് വേറെ വഴിയൊന്നും ഇല്ലേ ടീച്ചറെ? ഉണ്ട് അഭി, ഒരേ ഒരു വഴിയുണ്ട്. പറയൂ ടീച്ചർ. നീ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ വർഷം 8ാം ക്ലാസ് പാസ്സായാല് അപ്പൊ നിനക്ക് ആ സ്കൂളിൽ നിന്ന് പുറത്തു കിടക്കാലോ. അത് കഴിഞ്ഞ് നമ്മള് കല്യാണം കഴിച്ച ആരും നമ്മളെ ഒന്നും പറയില്ലല്ലോ. ടീച്ചർ, ഞാൻ കോപ്പി അടിച്ചിട്ടാണെങ്കിലും പാസ്സായിരിക്കും. ടീച്ചർ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്റെ പന്ത് ക്യാച്ച് എടുത്ത ഇതേ സ്ഥലത്ത് ടീച്ചറിനായി കാത്തിരിപ്പുണ്ടാവും ഞാൻ. ഇത് സത്യം. ഉള്ളിത്തട്ടി പറയാ ടീച്ചർ. ടീച്ചറെ, രാജാവിൻ പാർവൈ റാണിൻ പക്കം സ്വർഗം. നിനക്കൊരു ലെറ്റർ ഉണ്ട്. എപ്പോഴും പോസ്റ്റ്മാൻ അല്ലേ ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്നേ? ഇന്നെന്താ നീ കൊണ്ടുവന്ന് കൊടുത്തേ? വെരി അൺയൂഷ്വൽ. സമയം പോയല്ലോ, ഇത് ഇവിടെ പോയി. രാജു, ഇപ്പൊ ടൈം എത്രേ? 3 മിനിറ്റ് വൈകി. അതെ, ഞാൻ വരെ 3 മിനിറ്റ് ലേറ്റ് ആയതിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. 3 ദിവസം ആയാലോ. ഗൗരി, അച്ഛൻ എന്റെ പഠിത്തത്തെ പറ്റി സംസാരിക്കാൻ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിനി പഠിക്കാൻ പോകുന്നില്ലല്ലോ. അച്ഛനോട് നമ്മുടെ കല്യാണക്കാര്യം സംസാരിച്ചിട്ട് എന്നെ പറ്റിക്കില്ലല്ലോ. ജീവിച്ചാലത് നിന്റെ കൂടെ തന്നെയാ, മരിച്ചാലും അത് നിന്റെ കൂടെയാ. നീ കുടിക്കുന്ന വെള്ളം മുതൽ താമസിക്കുന്ന വീട് പോലും എന്റെയാ. എന്റെ വീട്ടില് കൂലിപ്പണി എടുക്കുന്ന നീ എന്റെ വീട്ടിൽ തന്നെ ബന്ധം സ്ഥാപിക്കാനാണോ മോനെ പറഞ്ഞു വിട്ടത്? എന്താ അമ്മ പറയുന്നത്? എടാ കാളി, ഇനി ഇവള് നമ്മുടെ പാടത്ത് ജോലി ചെയ്യണ്ട. 10 സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞാലേ ബുദ്ധി വരും. ഡാഡി, മുത്തശ്ശി, ഡാഡി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. അച്ഛൻ ഇപ്പൊ വരും, അവനോട് തന്നെ പറ. ഇറങ്ങി വാടാ വിവരം കേട്ടവനെ. പിന്നെ തലേന്ന് മുട്ടല്ലേ, സൂക്ഷിച്ചു വാ. എടാ, നീ ആയിട്ടാണ് വരേണ്ടത്. പിന്നെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നു. ഹായ് ഡാർലിംഗ്. ഞാനൊരു ഗുഡ് ന്യൂസ് പറയാൻ പോവാ. ഞാനും നിനക്കായിട്ട് ഒരു ഗുഡ് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. വാ മോനെ വാ. നാരായണ, വണ്ടി എടുത്ത് ഷെഡിയിട്. വാടാ, വാ വാ വാ, ഇരിക്കേ. നിനക്ക് വൈഫിനെ കൂട്ടി വരായിരുന്നു. നമ്മൾ പറഞ്ഞനുസരിച്ച് നാളെയല്ലേ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്, അതുകൊണ്ടാ അവളെ കൊണ്ടുവരാഞ്ഞത്.
മോളെ അമ്മാവന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കും. നീ പോ, ഞാൻ നോക്കിക്കൊള്ളാം. പോ മോളെ. മോളെ, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനെ തന്നെ കിട്ടട്ടെ. ദീർഘസുമംഗലിയായി ജീവിക്ക്. എന്റെ മകൻ ഭാഗ്യം ചെയ്തവനാ. നന്നായിരിക്കട്ടെ മോളെ. രാജശേഖര, ആ. എന്നാ ഞാൻ വരട്ടെ. ശരിടാ. വരട്ടെ അമ്മേ. മോളെ ഇറങ്ങട്ടെ. ആ. അച്ഛാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. എനിക്കും പറയാനുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ല അച്ഛാ. നീ അമേരിക്കയിൽ പോകണം. അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്തിന്റെ മകനാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അച്ഛാ, എന്റെ മനസ്സിലൊരാള്. നീ നിന്റെ മനസ്സിനെ കുറിച്ച് പറയണ്ട. അതുപോലെ തന്നെയാണ് എൻ്റെ മകളെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹവും. പറഞ്ഞതനുസരിക്കുക. ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവളൊരു പാവമല്ല എന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവളോട് പറഞ്ഞേനെ. മോനെ, ആരും നിന്നെ വിലകുറച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നെ പഠിക്കാൻ വിട്ടത്. രാജമ്മയുടെ മകൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും എത്ര മര്യാദയുള്ളവനായിട്ടാ നടക്കുന്നതെന്നൊക്കെ കേൾക്കുമ്പോ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ ഒന്നുമല്ലാന്ന് തോന്നിപ്പോവും എനിക്ക്. ഇപ്പോ രാജമ്മയുടെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കേട്ടാ അത് മോനെ എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല. നിന്റെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയ എന്നെ നോക്കണ്ട മോനെ. നീ നന്നായി കണ്ടാ മതി. അന്ന് ഞാനും വഴിയിലേക്ക് ജോലിക്ക് വരാന്ന് നീ പറഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച കഷ്ടം നീ അനുഭവിക്കണ്ടെന്ന് കരുതിയിട്ടാ വേണ്ടെന്ന് പറഞ്ഞത്. സമ്മതമാണെന്ന് പറ. നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ അമ്മേ, വേണ്ടടാ. ഈ കുടിലെ കഴിയുന്ന നമുക്കിതൊന്നും വേണ്ട പോലെ. അവരെവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നടാ.